കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറായെന്ന് വിശ്വസിക്കുന്നു. കഥ പറയാൻ ഞാൻ തയ്യാറാണ്. ശ്രീരാമകൃഷ്ണൻ കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്തൊരു കഥയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ കഥ പറയുന്നതിന് മുമ്പ് അതുപോലെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ആദ്യം കേൾക്കുന്നവർക്ക് വേണ്ടി. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ കഥയിലോട്ട് കിടക്കുന്നു. കഥ മാത്രമല്ല, കുറച്ച് അവസാനം കുറച്ച് വർത്തമാനമൊക്കെ ഉണ്ട്. അപ്പോൾ കഥ ഇതാ. പണ്ട് 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 ദൂരെ ഒരു ദേശത്ത് ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അദ്ദേഹം ഏകാന്തമായി ഒരു ചെറിയ വീട്ടിൽ ആണ് താമസിച്ചിരുന്നത്. ആ വീട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റും മതിൽ കെട്ടി അടച്ച വീട്ടുമുറ്റവും വിശാലമായ പറമ്പുമായിരുന്നു. നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ഇപ്പോൾ ചുറ്റുമതിലും ഒക്കെ ഉള്ള വീടുകളാണ്. പണ്ടങ്ങനെ അപൂർവം ചില വീടുകളിലെ അങ്ങനെ ചുറ്റുമതിലും മറ്റുമൊക്കെ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു മതിൽ കെട്ടി അടച്ച ഒരു വീട്ടുമുറ്റവും വിശാലമായ പറമ്പുമാണ്. മനോഹരമായ ഒരു പൂന്തോട്ടവും വൈവിധ്യമാർന്ന അനേകം ഫലവൃക്ഷങ്ങളും അയാൾ അവിടെ നട്ടു പിടിപ്പിച്ചിരുന്നു. നിത്യവും പൂച്ചെടികളെ ശുശ്രൂഷിച്ചുകൊണ്ട് ബ്രാഹ്മണൻ ഏറെ നേരം തോട്ടത്തിൽ കഴിയുമായിരുന്നു. ഒരു പറവയോ പ്രാണിയോ പോലും തോട്ടത്തിൽ കടക്കുന്നത് ബ്രാഹ്മണന് ഇഷ്ടമായിരുന്നില്ല. അയാളുടെ കണ്ണു വെട്ടിച്ച് വല്ലപ്പോഴും ഒരു പക്ഷി പൂവിൽ വന്നിരുന്നാൽ മതി, പക്ഷിക്കുലത്തെ മുഴുവൻ ശപിച്ചുകൊണ്ട് കയ്യിൽ കല്ലുമായി ബ്രാഹ്മണൻ ഓടിയെത്തും. പക്ഷികൾ പോകട്ടെ, പൂക്കളുടെ സൗരഭ്യത്താൽ ആകൃഷ്ടരായി ആരാമത്തിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിച്ച് കളയാമെന്ന് കരുതി ആരെങ്കിലും മതിലിന് മുകളിലൂടെ തല നീട്ടിയെന്നിരിക്കട്ടെ, അപ്പോഴും പഴയ കഥ വീണ്ടും ആവർത്തിക്കുന്നു. ചുണ്ടിൽ ശകാരവും കയ്യിൽ വടിയുമായി ബ്രാഹ്മണൻ ഓടിയെത്തുകയായി. അയാളുടെ കണ്ണ് തെറ്റുന്നത് നോക്കിയിരിക്കും അയൽ വീട്ടിലെ കുട്ടികൾ. അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോഴോ അയാൾ ഉറക്കത്തിലാകുമ്പോഴോ എന്തെങ്കിലും പണിയിൽ ഏർപ്പെടുമ്പോഴോ അങ്ങോട്ട് ശ്രദ്ധയില്ലെന്ന് കാണുമ്പോഴോ അവർ തോട്ടത്തിൽ ചാടിക്കടന്ന് എന്തെങ്കിലും കുസൃതി ഒപ്പിക്കും. ബ്രാഹ്മണന്റെ സ്വാർത്ഥതയും ശുണ്ഠിയും കണ്ട് രസിക്കാനുള്ള ഒരു അവസരം പോലും അവർ പാഴാക്കാറില്ല. അപ്പോൾ ഈ ബ്രാഹ്മണന്റെ ഇത്തരത്തിലുള്ള പ്രത്യേക സ്വഭാവ രീതികൾ കുട്ടികൾ വളരെ ആസ്വദിച്ചിരുന്നു. അവർക്കതൊരു രസത്തിനുള്ള വകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ പതിവ് പോലെ തോട്ടത്തിൽ കറങ്ങി നടക്കുമ്പോൾ ഭീകരമായ ഒരു കാഴ്ച കണ്ട് ബ്രാഹ്മണൻ നടുങ്ങി. ഒരു തെണ്ടി പശു താൻ ഓമനിച്ചു വളർത്തുന്ന മാവിൻ തൈകൾ ശാപ്പിടുന്നു. കലികേറിയ ബ്രാഹ്മണൻ തൻ്റെ സകല ശക്തിയും സംഭരിച്ച് പശുവിനെ തല്ലാൻ തുടങ്ങി. തല്ലി അവസാനം പശു ചത്തപ്പോഴാണ് ബ്രാഹ്മണന് സ്വബോധം തിരിച്ചു കിട്ടിയത്. ഈശ്വരാ, എന്ത് മഹാപാപമാണ് ഞാൻ ചെയ്തത്! വിവരമറിഞ്ഞ് ജനമിളകി. അവർ കൂട്ടത്തോടെ വന്നു. ബ്രാഹ്മണനെ ശകാരവർഷം കൊണ്ട് അഭിഷേകം ചെയ്തു. മഹാപാപി, ഗോഹത്യ ചെയ്തിട്ടും ഒന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ പതുങ്ങി നിൽക്കുന്നോ? താനാണോ ബ്രാഹ്മണൻ? ഇങ്ങനെയൊക്കെയായി അവരുടെ ചോദ്യങ്ങൾ. ജനക്കൂട്ടം അങ്ങനെയാണല്ലോ. ജനം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് പറയുക, എന്ത് പ്രവർത്തിക്കുക എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. പിന്നെ കണ്ടോളാമെന്ന താക്കീതോടെ ജനം പിരിഞ്ഞു. ബ്രാഹ്മണൻ ആകെ വിഷമിച്ചു. അയാൾ തല പുകഞ്ഞാലോചിച്ചു. അവസാനം അയാൾക്കൊരു യുക്തി തോന്നി. എല്ലാ മനുഷ്യരുടെയും കൈകൾക്ക് നാഥനായിട്ടുള്ള ദേവൻ ഇന്ദ്രനാണല്ലോ. അപ്പോൾ എൻ്റെ കൈ ചെയ്ത പാപത്തിന് കൈകളുടെ
നിയന്ത്രകനായ ഇന്ദ്രനല്ലാതെ മറ്റാരാണ് ഉത്തരവാദി? പിറ്റേന്ന് ഗ്രാമപ്രധാനികളോട് മാത്രമല്ല, കണ്ണിൽ കണ്ടവരോടൊക്കെ ബ്രാഹ്മണൻ പറഞ്ഞു, പശുവിനെ കൊന്നത് ഞാനല്ല, എൻ്റെ കൈകളാണ്. കൈകൾ ഇന്ദ്രൻ്റെ നിയന്ത്രണത്തിലുമാണ്. ബുദ്ധിമാനായ ബ്രാഹ്മണന്റെ യുക്തി ജനത്തെ കുഴക്കി. ആളുകൾ ആശയക്കുഴപ്പത്തിലായി. ബ്രാഹ്മണന്റെ വാദത്തെ അംഗീകരിക്കാനോ നിഷേധിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. ആളുകൾ പല വിധത്തിൽ ചർച്ച തുടങ്ങി. അവർ ഇത് തിരിച്ചും മറിച്ചും ചർച്ച ചെയ്തു. ചിലർ പറയുന്നു, ബ്രാഹ്മണൻ പറഞ്ഞത് ശരിയല്ലേ. മറ്റുള്ളവർ പറഞ്ഞു, അത് അയാളുടെ ഒരു അടവാണ്. അങ്ങനെ നാനാവിധത്തിലുള്ള ചർച്ച ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ആ വാർത്ത നാടാകെ പരന്നു. അങ്ങനെ ദേവലോകത്തുള്ള ഇന്ദ്രൻ്റെ ചെവിയിലും ആ വാർത്ത എത്തി. ഈ വാർത്ത കേട്ട് ഇന്ദ്രൻ ഞെട്ടി. ഇതിൻ്റെ വാസ്തവം ഒന്ന് അറിയണമല്ലോ, ഇയാളെ ഒന്ന് കാണണമല്ലോ, ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇന്ദ്രൻ, ഒരു വൃദ്ധ സന്യാസിയുടെ വേഷത്തിൽ ഇന്ദ്രൻ ബ്രാഹ്മണന്റെ വീട്ടിലെത്തി. ഞാനിവിടുത്തുകാരനല്ല, ഈ വഴി പോകുമ്പോൾ താങ്കളുടെ തോട്ടം ദൃഷ്ടിയിൽപ്പെട്ടു. ഷോ, ഇത്ര മനോഹരമായ ഒരു തോട്ടം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ്. മനോഹരം, അതിമനോഹരം. തോട്ടത്തിൽ ചുറ്റി നടന്നുകൊണ്ട് സന്യാസി വീണ്ടും പറഞ്ഞു, എത്രയെത്ര പൂച്ചെടികൾ, എന്തുമാത്രം ഫലവൃക്ഷങ്ങൾ. സത്യം പറഞ്ഞാൽ താങ്കളെ അഭിനന്ദിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഇത് മുഴുവൻ ഒരാളുടെ ശ്രമഫലമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം. അഭിനന്ദനങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് മുമ്പേ നടക്കുന്ന സന്യാസിയുടെ പുറകെ നടന്നു ബ്രാഹ്മണൻ പ്രകടമായ അഭിമാനത്തോടെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അഭിനന്ദനങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് മുമ്പേ നടക്കുന്ന സന്യാസിയുടെ പുറകെ നടന്ന ബ്രാഹ്മണൻ പ്രകടമായ അഭിമാനത്തോടെ ആവർത്തിച്ചു കൊണ്ടിരുന്നു, എല്ലാം എൻ്റെ കൈകൊണ്ട് ചെയ്തതാണ്, എൻ്റെ ഈ കൈകൾ കൊണ്ട്. പെട്ടെന്ന് തൻ്റെ മുമ്പിൽ നടന്നുകൊണ്ടിരുന്ന സന്യാസി തിരിഞ്ഞു നിന്നു. ബ്രാഹ്മണൻ ഞെട്ടി. അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്ദ്രൻ, സാക്ഷാൽ ഇന്ദ്രദേവൻ. ഇന്ദ്രൻ ചോദിച്ചു, ഹേ, ഈ തോട്ടത്തിലെ ഓരോ ചെടിയും വെച്ച് പിടിപ്പിച്ചത് തൻ്റെ കൈകളാണെന്ന് താങ്കൾ ഊറ്റം കൊള്ളുന്നു. എന്നിട്ട് പശുവിൻ്റെ കാര്യത്തിൽ മാത്രം പാവം ഇന്ദ്രനെ പഴിചാരുന്നത് എന്തിന്? ബ്രാഹ്മണന് മറുപടി ഉണ്ടായിരുന്നില്ല. അയാൾ ലജ്ജിച്ച് തല താഴ്ത്തി. ഇത്രയുമാണ് കഥ. അപ്പോൾ ശ്രോതാക്കൾ കഥ കേട്ടു. ഇന്ന് സർവ്വസാധാരണമാണ് വീടുകൾക്ക് ചുറ്റും കോട്ട പോലുള്ള മതിലുകൾ. പണം കൂടുന്നതനുസരിച്ച് മതിലിൻ്റെ പൊക്കവും കൂടും. ഭയമാണ് ചുറ്റുമുള്ളവർ. ആരെങ്കിലും ഇങ്ങോട്ട് നോക്കുന്നോ, നിരീക്ഷിക്കുന്നോ, ആരെങ്കിലും കയറി വരുമോ, ഇഴജന്തുക്കളോ പട്ടിയോ പൂച്ചയോ, ഇവൻ എന്തു പറയുന്നു, പക്ഷികളെപ്പോലും പേടിയാണ്. വന്ന് ഞങ്ങളുടെ പുരയിടത്തിലോട്ട് കയറുമോ, ഞങ്ങളുടെ പറമ്പിലോട്ട് കയറുമോ. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഈ ബ്രാഹ്മണൻ. ഒന്നിനെയും വെറുതെ വിട്ടില്ല. ഒരു പക്ഷി പൂവിൽ ഇരുന്നാൽ മതി, അയാൾ ആകെ ദേഷ്യപ്പെടും, കല്ലുമായി അതിൻ്റെ പുറകെ ഓടും. ഇങ്ങനെയൊക്കെ ചില വ്യക്തികൾ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട്. നമ്മുടെ വീടുകളിൽ തന്നെ എല്ലാത്തിനും ഓരോ കർമ്മമുണ്ട്. ചിത്രശലഭത്തിന് അതിൻ്റെ പങ്കുണ്ട്, അല്ലേ? പ്രകൃതിയിൽ അതിൻ്റെ ഒരു പങ്കുണ്ട്. ചിത്രശലഭങ്ങൾ പരാഗണം, അല്ലേ? പരാഗണത്തിന് സഹായിക്കുന്നു. ചെടികളുടെ പരാഗണത്തിന് പുഷ്പങ്ങളിൽ നിന്ന് പുഷ്പങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ പരാഗണം നടക്കുന്നു. പക്ഷികൾ, പല പക്ഷികളും എത്രയോ കീടങ്ങളെ നശിപ്പിക്കുന്നുണ്ട്, നമ്മളത് തിരിച്ചറിയുന്നില്ല. നമ്മൾ പോട്ടെ, നമ്മുടെ മതിലുകളിലിരിക്കുന്ന പല്ലി, പലപ്പോഴും പല്ലിയെ കാണുമ്പോൾ പലരും അട്ടഹസിച്ച് ദേഷ്യത്തോടെ കൊല്ലാൻ ശ്രമിക്കാറുണ്ട്. ഹിറ്റ് എന്നൊക്കെ പറഞ്ഞ് പല കെമിക്കൽസും ഒക്കെ, അല്ലേ, സ്പ്രേ ഒക്കെ കിട്ടും. ഇതിനുള്ള തന്നെ അടിച്ചു കഴിഞ്ഞാൽ ചത്ത് തറയെ വീഴും. പല്ലി മതിലിനകത്തിരുന്നുകൊണ്ട് എന്തുമാത്രം കീടങ്ങളെയൊക്കെയാണ് കൊന്നു മാറ്റുന്നത്. എന്തിനു പറയുന്നത് നമ്മൾ കൊതുകിനെ പോലും അത് നശിപ്പിക്കുന്നുണ്ട്. പല്ലി ഭക്ഷിക്കുന്നുണ്ട്. അതുവഴി കൊതുകിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ഓരോ ജീവികൾക്കും ഓരോ പങ്കുണ്ട്. പക്ഷെ മനുഷ്യനെപ്പോഴും ഇതിനെയൊക്കെ ഓട്ടിക്കാനാണ് നോക്കുന്നത്, ദൂരോട്ട് പായിക്കാനാണ് നോക്കുന്നത്. പ്രകൃതിയിൽ എല്ലാത്തിനും അതിൻ്റേതായ ഒരു കർത്തവ്യമുണ്ട്, ഒരു റോൾ എന്നൊക്കെ പറയും. നമ്മൾ ഇംഗ്ലീഷിൽ റോൾ എന്നൊക്കെ പറയുന്ന കണക്ക് ഒരു ചുമതലയുണ്ട്, കർത്തവ്യമുണ്ട്. അത് നിർവഹിക്കാനാണ് അതിങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുന്നത്. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാറില്ല. കുട്ടികളും ഇങ്ങനെയാണല്ലേ, നമ്മൾ പാമ്പുകളെ എടുക്കുന്നു, അല്ലേ? പാമ്പുകൾ അല്ലെങ്കിൽ ചേര, ഇങ്ങനെയൊക്കെയുള്ള ജന്തുക്കൾ
എലികളെ നിയന്ത്രിക്കുന്നു. എലികൾ പെറ്റ് പെരുകാതെ പാമ്പുകൾ നോക്കുന്നുണ്ട്. നമ്മൾ ആ പാമ്പുകളുടെ ആ കർമ്മം നമ്മൾ വിസ്മരിക്കുകയാണ്. നമുക്ക് ഭയമാണ്, പാമ്പിനെ ഇവിടെ പുരയിടത്തിൽ കയറ്റാതെ നോക്കും. അങ്ങനെ ഓരോ ജീവികൾക്ക്, ഈ ഉപ്പൻ പോലുള്ള പക്ഷികളോ പാമ്പുകളെ കണ്ടാൽ അത് കൊല്ലും, കുത്തിക്കൊല്ലും. കൽറാൻ പോലുള്ള പക്ഷികൾ അതും ഇത്തരത്തിലുള്ള ഉപദ്രവകാരികളെ, ജന്തുക്കളെ കൊല്ലാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നിയന്ത്രണം, പരസ്പരമായിട്ട് ഇങ്ങനെ നിയന്ത്രിച്ചു പോകുന്ന ഒരു വ്യവസ്ഥയാണ് പ്രകൃതിയിലുള്ളത്. അതാണ് എനിക്ക് ഈ കഥ വായിച്ചപ്പോൾ ഒന്ന് സൂചിപ്പിക്കണമെന്ന് തോന്നിയത്. മറ്റൊരു കാര്യം, മനുഷ്യൻ്റെ ഒരു പ്രവണതയുണ്ട്. എന്താണ്? എന്ത് സംഭവിച്ചാലും, എന്ത് പ്രശ്നമുണ്ടായാലും ആരെങ്കിലും തലയിൽ വെക്കുക എന്നുള്ളത്. ഞാനല്ല, വേറെ ആരെങ്കിലുമാണ് അത് ചെയ്തത്. എങ്ങനെയെങ്കിലും ആരെങ്കിലും പുറത്തു കൊണ്ട് കുറ്റം ചാർത്താൻ ശ്രമിക്കും. സ്വന്തം കുറ്റം ഒരിക്കലും സമ്മതിക്കില്ല. നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ചുറ്റുമുള്ളവരാണെന്ന് നമ്മളങ്ങ് ചിന്തിക്കും. നമ്മൾ മാത്രം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ധാരണ. ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ ചുറ്റുമുള്ളവരാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ചിലരാകട്ടെ ദൈവത്തെ ഇങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കും. ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ ദൈവത്തെ പഴിക്കും. ദൈവമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കാർക്കും അറിയില്ല. പക്ഷേ ഒരു മനസ്സുഖമാണ്, ദൈവം എന്ന വ്യക്തിക്ക് ആണ് ഇതിൽ പങ്ക്. ദൈവമല്ലേ എന്നെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നത്, അദ്ദേഹമാണ് ഇതിനെല്ലാം കാരണം. ഇവിടെ ബ്രാഹ്മണനും അതല്ലേ പറയുന്നത്. ഇന്ദ്രനല്ലേ എല്ലാ മനുഷ്യരുടെയും കൈകൾക്ക് നാഥനായിട്ടുള്ളത്, അദ്ദേഹമാണ് ഇതിന് കാരണം എന്ന് പറയുകയാണ്. അത് തന്നെ. അപ്പോൾ അതൊരു മനഃശാസ്ത്രപരമായിട്ടൊരു ആശ്വാസമാണ്. ഒരാളുടെ പുറത്ത് നമ്മുടെ ഒരു വീഴ്ച വെക്കുക എന്ന് പറയുന്നത്. ചിലർ അങ്ങനെയല്ലേ, ചില കുടുംബകലങ്ങളിൽ നമുക്ക് കാണാം. ചില സ്ത്രീകളോ മറ്റോ ഒക്കെ എപ്പോഴും ചുറ്റുമുള്ളവരെ ഇങ്ങനെ പഴിചാരിക്കൊണ്ടിരിക്കും. അവരാണ് എല്ലാത്തിനും കുഴപ്പം, അവരാണ് അവരുടെ വീഴ്ചയ്ക്ക് കാരണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പഴിചാരി കൊണ്ടിരിക്കുകയും തൻ്റെ എല്ലാ പരാജയങ്ങൾക്കും ചുറ്റുമുള്ളവരുമാണ് കാരണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ മനുഷ്യർക്കെല്ലാം ഉണ്ട്. ഇത് മനുഷ്യൻ്റെ ഒരു മനഃശാസ്ത്രമാണ്. അന്നും ഇന്നും എന്നും മനുഷ്യർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് മറ്റുള്ളവരുടെ പുറത്ത് പഴിചാരുക എന്നുള്ളത്. ഒരിക്കലും അവനവൻ്റെ കുറ്റം ഒരിക്കലും ഏൽക്കാൻ സാധിക്കില്ല. എന്ത് പരാജയം ഉണ്ടായാലും ആരുടെയെങ്കിലും പുറത്ത് വിരൽ ചൂണ്ടി ഇവനാണ് കാരണം, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള മറ്റുള്ളവരാണ് കാരണം എന്ന് പറഞ്ഞ് സ്വയം ആശ്വാസം തേടുന്നവർ. അവരുടെ കുഴപ്പമല്ല, അവരുടെ മനസ്സിൻ്റെ ഒരു ആശ്വാസം തേടലാണ്. ഇവിടെയും ബ്രാഹ്മണൻ അത് തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ആശ്വാസമാണ് ഇന്ദ്രൻ്റെ പുറത്ത് ഈ പഴി കൊണ്ട് വെക്കുക എന്നുള്ളത്. എന്തായാലും അവസാനം അത് പൊളിയുകയാണ്. ഈ ബ്രാഹ്മണൻ്റെ കഥാപാത്രം ഒരു പച്ചയായ മനുഷ്യൻ തന്നെയാണ്. നമ്മളിലും മറ്റുള്ളവരിലും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവ സവിശേഷത ഈ ബ്രാഹ്മണനിലുണ്ട്, സന്നിവേശിപ്പിച്ചിട്ടുണ്ട് ഈ കഥയിൽ. അതുകൊണ്ട് തന്നെ ഈ കഥ ഇന്നും വളരെ പ്രസക്തമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു കഥയും കുറച്ച് വർത്തമാനവുമായിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.